പക്ഷെ അതിനൊരു അപകടകരമായ ഒരു മാനം കൈവരാൻ അധികം സമയം ആവശ്യമുണ്ടോ? ഭരണത്തിലേറി കഴിയുമ്പോൾ ഇതിനൊക്കെ ഒരു വലിയ മാറ്റം ഉണ്ടാവാൻ അധികം സമയം വേണ്ട എന്നുള്ളതാണ് മുൻകാല അനുഭവങ്ങൾ നമ്മളെ തെളിയിക്കുന്നത്. നമുക്ക് അനുഭവങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ പാഠം നൽകുന്നത്. കേരളത്തിലെ കോൺഗ്രസ് എന്നൊക്കെ സാമാന്യേന തൃപ്തികരമായ ഒരു യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടോ അന്നൊക്കെ നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. എപ്പോഴൊക്കെ വളരെ വിനാശകരമായ ഒരു നെഗറ്റീവ് സൈഡിലോട്ട് പോയിട്ടുണ്ടോ അന്നൊക്കെ തിരിച്ചടികളുണ്ടായിട്ടുണ്ട്. സംഘടനാ ദൗർബല്യത്തെക്കുറിച്ച് പലപ്പോഴും ചൂണ്ടിക്കാണിക്കുകയും തുറന്നു പറയുകയും ചെയ്തിട്ടുള്ള ആളാണ് താങ്കൾ. ഈ കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷത്ത് ആയിരുന്ന സമയത്ത് ഈ സംഘടനയുടെ ദൗർബല്യം കൃത്യമായി കണ്ടെത്തുകയും അത് പരിഹരിക്കുകയും ചെയ്യുന്നതിൽ നേതൃത്വം പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടുണ്ടോ? അല്ല, സംഘടനാ ദൗർബല്യങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചു എന്നൊരിക്കലും പറയാനാവില്ലല്ലോ. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ നമുക്കുണ്ടായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറേയേറെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്ലസ് പോയിൻ്റ്. അതേ സമയത്ത് കുറേ കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, കുറേ കൂടി നല്ല രീതിയിൽ എല്ലാ ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ്സിന് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറേ കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന ഒരു വിശ്വാസം കൂടുതലായിട്ടുണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. ഈ ബഹളങ്ങൾക്കൊക്കെ ഇടയിലും ഉയർന്നു കേൾക്കുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ശബ്ദമാണ് താങ്കളുടേത്. പല കാര്യങ്ങളിലും വ്യത്യസ്തമായ നിലപാടും എടുത്തിട്ടുണ്ട്. ശ്രീ കെ മുരളീധരൻ്റെ കാര്യത്തിലും അതുപോലെ ഒരു വ്യത്യസ്തമായ നിലപാടാണ് താങ്കളുടേത്. താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ ഒരു വേസ്റ്റ് പീരീഡ് കോൺഗ്രസിനെ സംബന്ധിച്ച് അതിന് ഒരു പ്രധാന കാരണക്കാരനായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം തിരിച്ച് കോൺഗ്രസിലേക്ക് വരണമെന്ന് താങ്കൾ കൃത്യമായി പറയുകയും അതിനുവേണ്ടി സമ്മർദ്ദം തങ്ങളെ കൊണ്ടാകാവുന്ന ചെയ്യുകയും ചെയ്തു. അത് എന്ത് ലോജിക്കിൻ്റെ അടിസ്ഥാനത്തിൽ? അതിന് ഒരു സിമ്പിൾ ലോജിക്കേ ഉള്ളൂ. ഒരു വ്യക്തി, ആ വ്യക്തി താൻ മുൻകാലങ്ങളിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുകയും ശരിയായ രീതിയിൽ പശ്ചാത്തപിച്ചുകൊണ്ട് തൻ്റെ തെറ്റുകൾ പൊറുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തനിക്ക് വീണ്ടും കോൺഗ്രസ്സിലേക്ക് വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുക. അങ്ങനെ ഒരു വ്യക്തി മുന്നോട്ട് വരുമ്പോൾ നമുക്കറിയാമല്ലോ, പശ്ചാത്താപമാണല്ലോ ഏറ്റവും വലിയ പ്രായശ്ചിത്തം. അത് നമ്മുടെ ഗാന്ധിയൻ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ തെറ്റ് ഏറ്റുപറഞ്ഞ് കോൺഗ്രസ്സിലേക്ക് കടന്നു വരുന്ന ഏതൊരു വ്യക്തിയെയും തടയേണ്ട പ്രശ്നം വരുന്നില്ല, പ്രത്യേകിച്ച് മുരളീധരനെ പോലൊരു വ്യക്തി. പല കോൺഗ്രസ് നേതാക്കന്മാരുടെ അന്നത്തെ പ്രസ്താവനകളിൽ ഉയർന്നു നിന്ന അല്ലെങ്കിൽ പ്രകടമായി നിന്ന വികാരം മുരളിയോടുള്ള ഒരു വ്യക്തിവിദ്വേഷമുണ്ട്. എനിക്കും അതിൽ ദുഃഖം തോന്നിയിട്ടിരുന്നു. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ മുരളീധരനുമായി ഒരു തരത്തിലും അങ്ങനെ അടുത്ത് പ്രവർത്തിച്ച ഒരാളല്ല ഞാൻ. വ്യത്യസ്തമായ ശക്തമായ അഭിപ്രായ താങ്കളുടെ ഈ നിലപാടിൽ കെ കരുണാകരന് അതിശയം ഉണ്ടായിട്ടുണ്ടോ? അല്ല, അദ്ദേഹം എൻ്റെ അടുത്ത് വളരെ എൻ്റെ 2 കൈയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി എന്നോട് അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം കണ്ണ് നിറഞ്ഞുകൊണ്ട് തന്നെ ഒരു അവസരത്തിൽ എന്നോട് പറഞ്ഞിരുന്നു. കാരണം അദ്ദേഹം പോലും ഒരിക്കലും ഇങ്ങനൊരു നിലപാട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നെപ്പോലൊരാളിൽ നിന്ന് അല്ലെങ്കിൽ ആ നിലപാട് സ്വീകരിച്ചു വരുന്ന മറ്റു പലരിൽ നിന്നും ഇതുപോലൊരു നിലപാട് അദ്ദേഹം അന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അത് ഒരിക്കലും അത് വന്നപ്പോൾ തന്നെ അദ്ദേഹം ആദ്യമായൊരു പ്രതികരണം അദ്ദേഹത്തിന് അനുകൂലമായി എൻ്റെ ഭാഗത്തുനിന്ന് വന്നപ്പോൾ തന്നെ മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞ് ഒരു കുറച്ച് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 1 മണിക്ക് വാർത്തയിൽ ഇത് വന്നു കഴിഞ്ഞ് ഒരു 1:30 മണിയായപ്പോൾ എനിക്കൊരു ഫോണാണ്. നോക്കുമ്പോൾ പിന്നെ ലീഡറാണ്. ഞാനത് കണ്ടു. എനിക്ക് വലിയ സന്തോഷമുണ്ട്. എപ്പോഴെങ്കിലും സൗകര്യപ്പെട്ടാലൊന്ന് കാണണം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അദ്ദേഹത്തെ കണ്ടിരുന്നു. ഇതൊന്നും നമ്മൾ ഒരിക്കലും ഇപ്പോൾ അദ്ദേഹവുമായുള്ള പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അതൊന്നും വ്യക്തിയാധിഷ്ഠിതമല്ല, ചില ഇഷ്യൂ ബേസ്ഡ് ആയിരുന്നു. ചില വിഷയങ്ങളിൽ നമുക്ക് അഭിപ്രായം അത് അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നു. അത് അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇപ്പോൾ ഏതായാലും അദ്ദേഹം പൂർണ്ണമായി എൻ്റെ നിലപാട്, എൻ്റെ ആ ഉദ്ദേശശുദ്ധിയെ അദ്ദേഹം മാനിച്ചിരുന്നു എന്നുള്ളത് പൂർണ്ണമായി എനിക്ക് മനസ്സിലായി. ആ ഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിപ്പോൾ ഞാൻ വളരെ അടുത്ത് പെരുമാറുന്ന ആളാണ് ശ്രീ എ കെ ആൻ്റണി. എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും ചില വിഷയങ്ങളിൽ നമുക്ക് വ്യത്യസ്തമായ സമീപനമുണ്ട്. അതിപ്പോൾ ആര് അധികാരത്തിലുണ്ട്
അല്ലെങ്കിൽ ആര് സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളതല്ല. നമുക്ക് ഏറ്റവും അടുപ്പുള്ള ആളുകളുമായി തന്നെ ചില സംഘങ്ങളിൽ ചില വ്യത്യസ്ത നിലപാടുകൾ വരും. അത് ഇഷ്യൂ ബേസ്ഡാണ്. ഇപ്പം നമ്മുടെ അഭിപ്രായം തന്നെ ആയിരിക്കണമെന്നില്ല അവർക്കുള്ള അഭിപ്രായം, അവരുടെ അഭിപ്രായം ആകണമെന്നില്ല നമുക്കുള്ള അഭിപ്രായം.